ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്കതെ ഇവനെ കൊണ്ടാണ് പരിപാടി. കാണുമ്പോൾ അറിയാമല്ലേ എന്താണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടൊരു അച്ചാറാണ് കേട്ടോ. ഞാനൊരു ഭയങ്കര അച്ചാർ ലവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അത് ഇന്ന അച്ചാറെന്നൊന്നുമില്ല കേട്ടോ, എല്ലാ അച്ചാറും. അച്ചാറാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ചോറിൻ്റെ കൂടെ ആ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എന്താല്ലേ സൂപ്പർ. പക്ഷേ ഇത് അച്ചാറൊന്നും അധികം അങ്ങനെ കൂട്ടരുതെന്നൊക്കെ പറയുമെങ്കിലും നമുക്കിത് കൂട്ടിയ ഒരു തൃപ്തിയാണ്. ഇവിടെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല ഇതിനോട്, ഈ ബീട്രൂട്ട് അച്ചാറിനോട് കേട്ടോ. അത് കാരണം ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ബീട്രൂട്ട് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ അച്ചാറുകൾ, മീനച്ചാറുകൾ, മാങ്ങയൊക്കെ ആണെങ്കിലും ഓക്കെയാണ്. അങ്ങനെയുള്ള അവർക്ക് ഇന്ന അച്ചാറുകളൊക്കെ ഇഷ്ടമുള്ളൂ. നമ്മൾ ആ ടൈപ്പ് അല്ലാത്തത് കാരണം നമ്മൾ എന്തും കഴിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയാക്കാം. അപ്പോൾ അത് ഇടയ്ക്ക് മൂടി വെച്ച് വേവിക്കുന്നു, മൂടി തുറന്ന് വേവിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇച്ചിരി അങ്ങനെ ടാസ്ക്കായിട്ട് പരിപാടികളൊന്നുമില്ല, എങ്കിലും ഇരിക്കട്ടെ. അപ്പം നമ്മുടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇച്ചിരി മുളക് പൊടി. കാരണം പച്ചമുളക് ഇട്ട കാരണേ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ എരിവുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇച്ചിരി ഇത് മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി എണ്ണയ്ക്കകത്ത് സെപ്പറേറ്റ് മൂപ്പിച്ചൊന്നും ചേർത്തില്ല, കാരണം ഇത് അധികം നാളൊന്നും ഇരിക്കത്തില്ല. ലേശം ഈ ഒന്ന് വാടിക്കിതായി പച്ചമുളകൊക്കെ ഒന്ന് വാടിക്കെട്ടിയാൽ മതി. ഇനി നമുക്ക് അതിലോട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി ചോറൊക്കെ ഉണ്ണാൻ തോന്നിയാലും നമ്മൾ കൺട്രോൾ ചെയ്യണം. കാരണം ഇതാവാൻ ഇനി ദൈവനെയും കൂടെ ഒഴിച്ചാലേ ഫുള്ളാകുള്ളൂ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആകുള്ളൂ. കണ്ട, ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോഴേ ഇച്ചിരി ചോറുണ്ണാനൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.